ഇരിങ്ങാലക്കുട ഹോസ്പിറ്റലിൽ കുറച്ച് സമയം അവിടെ പോയി എന്ന് പറഞ്ഞില്ലേ? അപ്പോ ആ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേനെന്ന് സ്വാതിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതേ അവസ്ഥയിലുള്ള 2 കുട്ടികൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു ജൂബിലിയിൽ. ഞങ്ങൾ ഇതേ ബ്രെയിനിൽ വൈറൽ ഇൻഫെക്ഷൻ തന്നെ വന്നിട്ട് ഒരു കുട്ടി ഞങ്ങളെ ചെല്ലുമ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുമായിരുന്നു. എനിക്കിപ്പോഴും ആ കുഞ്ഞിന് ഓർമ്മയുണ്ട്. ആ കൊച്ചിന്റെ പേര് പോലും ഓർമ്മയുണ്ട്. മിൻഹ എന്നായിരുന്നു ആ കൊച്ചിന്റെ പേര്. അവൾക്കും ഇതേപോലത്തെ അവസ്ഥ തന്നെയായിരുന്നു, ബ്രെയിനിൽ വൈറൽ. അത് ഇതുപോലെ കുറച്ച് സമയം അവര് പാലക്കാടോ ആ ഭാഗത്ത് എവിടെ അവിടെ കുറെ ദിവസം അവരെ പോയി ഹോസ്പിറ്റലില്, ലോക്കൽ ഹോസ്പിറ്റലില്. എന്താ പ്രശ്നം എന്നറിയാതെ കുറച്ച് ദിവസം പോയതിന് ശേഷമാണ് അവർ ജൂബിലിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഓക്സിജൻ ലെവലിൽ വേരിയേഷനൊക്കെ വന്നിട്ടാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ ഒരു കൊച്ച് ഇതുപോലെ ചെറിയ ബുദ്ധിമുട്ടുകളും പനിയൊക്കെ ആയിട്ട് അവര് രാവിലെ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ ജൂബിലിയിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പൊ പനിക്ക് മരുന്നുകളൊക്കെ തന്ന അവർ വീട്ടിലേക്ക് വിട്ടു. നൈറ്റിലും ഇതുപോലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ നേരെ ജൂബിലിയിലേക്ക് തന്നെ വന്നു. ആ കൊച്ചിപ്പോ മിടുക്കനായിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിക്കും ആ കുറച്ച് ദിവസങ്ങള് നമ്മള് മുൻപേ അവനെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ അത്രയ്ക്കൊരു ഇൻഫെക്ഷൻ അവന്റെ ബ്രെയിനെ ബാധിക്കില്ലായിരുന്നു. നമ്മൾ ട്രീറ്റ്മെന്റ് മുന്നിൽ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം ഇതുപോലെ ഉണ്ടായിരുന്ന കുട്ടി തന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾക്ക്. അപ്പൊ ആ കുറച്ച് സമയം നമ്മുടെ ലേറ്റ് ആയതിന്റെ ആയിരിക്കാം ഇത്രയും അധികം അവന് ബ്രെയിനിൽ ഇൻഫെക്ഷൻ ബാധിക്കാനായിട്ട് കാരണം തോന്നിപ്പോ.